ഹായ് ഡീസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് വലിയൊരു ചിരട്ടയാണ്. അപ്പോൾ ചിരട്ടേൻ്റെ ആ ഒരു ഗ്രിപ്പായിട്ടുള്ള പോർഷനൊക്കെ നമുക്കൊന്ന് ആദ്യം നീറ്റാക്കി എടുക്കണം. അതിൻ്റെ ഉള്ളിലൊക്കെ പ്രത്യേകിച്ച് നമുക്ക് വൃത്തിയാക്കി എടുക്കേണ്ടതുണ്ട്. ഞാൻ സാൻഡ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് കംപ്ലീറ്റ് വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് ബേസ് കോട്ട് വൈറ്റ് അടിച്ചെടുക്കണം. നോർമലി നമ്മൾ ചിരട്ടയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡെക്കോർ ഐറ്റം അല്ലെങ്കിൽ ഇൻഡോർ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ടായത്. എന്നാൽ ഒരു ഡ്രോയിങ് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അതും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഡ്രോയിങ് കേട്ടോ. ഇതുപോലെയുള്ള വലിയ സൈസ് ചിരട്ട കിട്ടുവാണെങ്കിൽ 1-2 പെയറായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഒരു വോൾ ഡെക്കർ തന്നെ ആയിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ഒറ്റൊന്ന് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ വലിയ ചിരട്ടയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഇനിയും ഒരുപാട് വർക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത് തന്നെ ബേസ് കോട്ട് വൈറ്റ്, അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്ലെൻഡഡ് ആയിട്ട് ഗ്രീൻ, പിന്നെ ഡാർക്ക് ഗ്രീൻ ഒരു ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു കോമ്പിനേഷനിൽ വൈറ്റ് പേസ്റ്റൽ കളേഴ്സിൻ്റെ രൂപത്തിലാണ് നമ്മൾ ബേസ് കോട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം, എന്നാൽ മാത്രമേ ആ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. കുറച്ച് ബ്ലാക്ക് വെച്ചിട്ട് ഡാർക്ക് ഗ്രീൻ പ്ലസ് ലൈറ്റ് ഗ്രീനിന് വൈറ്റിലേക്ക് ഒന്ന് ബ്ലെൻഡഡ് ആയിട്ടുള്ള ലുക്ക്, അത്രയാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി വൈറ്റ് ഇതുപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബേസ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിലേക്ക് നമുക്കൊരു കുഞ്ഞു കിളീനെയാണ് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചിരട്ടേൻ്റെ സൈസ് നോർമലി പറയുവാണെങ്കിൽ നമ്മൾ ഉള്ളം കയ്യിൽ വെക്കുകയാണെങ്കിൽ നല്ല വൈഡായിട്ട് പിടിച്ചാൽ അത്രയും വലിയ സൈസിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പൊതുവേ എനിക്കിങ്ങനെ ചിരട്ട കിട്ടൽ ഭയങ്കര കുറവാണ്. അപ്പോൾ അതിലേക്ക് ഇതുപോലെ നമ്മളൊരു കിളീനെ വരച്ചു കൊടുക്കുന്നുണ്ട്. കിളീനൊക്കെ വരയ്ക്കുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ട്യൂട്ടോറിയൽസ് ആയിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് പറയാറുണ്ട്. അപ്പോൾ അതിന് തന്നെ ഔട്ട്ലൈനായിട്ട് ഈ ഒരു ഷേപ്പ് വരച്ചെടുക്കുക. അതിന് ശേഷം അതിന് ജസ്റ്റ് ഒരു വാല് പോലത്തെ ഒരു ലുക്കും കൂടെ കൊടുക്കുക. ആദ്യം തന്നെ ഔട്ട്ലൈനാണ് വരച്ചെടുക്കേണ്ടത്. അതിന് ശേഷം മാത്രം അതിനുള്ളിൽ പെയിൻറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ളൊരു ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പും അതുപോലെ തന്നെ ആ ഒരു ടെക്സ്ചറൊക്കെ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ച് ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസ് ആയിട്ട് കൊടുത്തിട്ടുള്ള കളർ ഏതാണോ അതിൽ നിന്ന് എടുത്ത് നിൽക്കുന്ന രീതിയിലുള്ള കളർഫുള്ളായിട്ടുള്ളൊരു കിളീനെ വരച്ച് കൊടുക്കാൻ വേണ്ടി തന്നെ നോക്കണം. എന്നാൽ മാത്രമേ ചെയ്ത് കൊടുത്തിട്ടുള്ള വർക്ക് നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് തരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ അതിൻ്റെ ഒരു വശം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതും നമുക്കൊരു വൈറ്റ് വെച്ചിട്ടൊരു ബ്ലെൻഡ് ഫീൽ കൊടുക്കണം കേട്ടോ. അപ്പോൾ ബ്ലൂ ആണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായത്. ബ്ലൂ വൈറ്റ് ആ ഒരു കോമ്പിനേഷനിലാണ് ചെയ്ത് കൊടുത്തത് കേട്ടോ. പിന്നെ നോർമലി ഞാൻ ഇതുപോലെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ ഇമാജിനറി റിസൾട്ട്, അതായത് ഞാൻ ഇമാജിൻ ചെയ്തിട്ട് ചെയ്യുന്നത് വളരെ കുറവാണ് കേട്ടോ. ഞാൻ നോർമലി റെഫറൻസ് ഇമേജ് എടുത്തിട്ടാണ് ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. കാരണം നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ ഉണ്ടാവാറുണ്ട് എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇടയ്ക്ക് ചിന്തിക്കുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് കുറഞ്ഞ പോലത്തെ ഫീൽ വരും കേട്ടോ എപ്പോഴും ഇങ്ങനെ റെഫറൻസ് ഇമേജ് എടുത്ത് നോക്കി ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ഇതുപോലെ ഗൂഗിളൊക്കെ എടുത്താൽ നല്ല ബ്യൂട്ടിഫുൾ ബേർഡ്സ് എന്നൊക്കെ ഇമേജസ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ നല്ല അടിപൊളിയായിട്ടുള്ള പെയിൻറ്റിങ്സ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ബ്ലെൻഡഡ് ആയിട്ട് അതിൻ്റെ വയറിൻ്റെ പോർഷൻ്റെ അടുത്ത് വൈറ്റ് കൊടുത്തിട്ട് ആ ഒരു വുഡൻ കളർ ബ്രൗണിലേക്ക് ഒരു ബ്ലെൻഡഡ് ആയിട്ടുള്ളൊരു ഫീൽ ഇതുപോലെ നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ പോർഷനാണ് ഈ ഒരു ഡാർക്ക് കളറിൽ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. മാക്സിമം നമ്മൾ തെറ്റാതെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. കാരണം ചിരട്ടയാണ്. ഇൻ കേസ് പെയിൻ്റൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ കുറച്ച് പാടാണ്. കാരണം ബേസൊക്കെ ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഒരു സംഭവം അവിടെ സംഭവിച്ചിട്ടുള്ളത്. ചെറുതായിട്ട് അവിടെ ഒരു കളർ മങ്ങിയ പോലത്തെ ഒരു ഫീൽ കണ്ടോ. കയ്യിൽ നിന്ന് പോയി ജസ്റ്റ് ബ്രഷ് അവിടെ വെച്ചപ്പോൾ തന്നെ അവിടെ പെയിൻ്റ് ആയിപ്പോയി കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് പണിയെടുത്തു, കുറച്ച് വെള്ളം കൂട്ടി അതൊന്ന് ഡയലൂട്ട് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു ഭാഗത്തു നിന്ന് ഒപ്പിയെടുത്ത് കളഞ്ഞു. അപ്പോൾ ചിരട്ടയൊക്കെ ആകുമ്പോൾ നമുക്ക് നോർമലി പേപ്പറിലൊക്കെ ചെയ്യുന്നത് പോലെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ഇതുപോലെ ഓൾമോസ്റ്റ് ഞാനൊരു കിളീൻ്റെ ആ ഒരു ഷെയ്ഡിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കാല് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കിളി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ചില്ലയും കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാല് വരച്ച് കൊടുത്തു. അതിൻ്റെ ആ ഒരു ഷെയ്ഡിങ് ആയിട്ടുള്ള കുറച്ച് ഡാർക്ക്നെസ് പോർഷനൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ ചില്ല കൂടി ഇതുപോലെ നമ്മളൊന്ന് വരച്ച് കൊടുത്തു.
അതിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ട് കുറച്ചും കൂടി ഡാർക്കാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. കുറച്ച് സ്പീഡിൽ ഞാൻ ചെയ്യാൻ കാരണം ഇതൊക്കെ സിമ്പിളായിട്ട് വരക്കാൻ പറ്റുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ചില്ലകളും കൂടി ആഡ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ലീഫും കൂടി വരച്ചു കൊടുത്തു. അപ്പോൾ ഒരുപാട് പേര് പറയാറുണ്ട് ഇതൊക്കെ നേച്ചർ ഡ്രോയിങ് വിട്ടിട്ട് കുന്നുമരയൊക്കെ ഒഴിവാക്കി വേറെ എന്തെങ്കിലുമൊക്കെ വരയ്ക്കാൻ ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഇമേജസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് എങ്ങനത്തെ പെയിൻറ്റിങ്സൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതുപോലെ ഞാൻ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ ലീഫൊക്കെ വരച്ച് കൊടുത്തു. അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ആയതിനു ശേഷം കുറച്ച് ഫ്ലവേഴ്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ കുറച്ചും കൂടി കളർഫുള്ളായിട്ടുള്ള കളേഴ്സ് വന്നതോടുകൂടി കുറച്ചും കൂടി അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ വൈറ്റ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡിസൈനാണ് കൊടുക്കുന്നത് കേട്ടോ. കുറച്ചധികം ഫ്ലവേഴ്സ് തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പാറ്റേണിൽ. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഓറഞ്ച് കളറിൽ ഇതുപോലെ കുറച്ച് ഡോട്ട് അതിനുള്ളിൽ പൂമ്പൊടി പോലെ ഉണ്ടാവുമല്ലോ അതും കൂടെ കൊടുത്തു. കുറച്ചും കൂടി കളർഫുള്ളാക്കി കൊടുത്തു. അപ്പോൾ അതിൻ്റെ ചുറ്റും കൂടി കുറച്ച് ലീഫും കൂടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ചുമ്മാ കത്തിച്ച് കളയേണ്ടിയിരുന്ന ഒരു ചിരട്ടയാണ് ഇങ്ങനെ നമ്മൾ മേക്ക് ഓവർ ചെയ്തെടുത്തിട്ടുള്ളത്. വലിയ വൈഡായിട്ടുള്ള ഇതിൽ കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കൊരു 3D ഫീൽ കിട്ടും. ഉള്ളിലാണോ അത് പെയിൻറ്റ് ചെയ്തത് അല്ല പുറത്താണോ നമുക്കൊരു ഡൗട്ടായിരിക്കും. അപ്പോൾ അതായത് ഇതുപോലെ ഒരു 3D ഫീലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു ഇമേജ് വരച്ചെടുക്കാൻ ചിരട്ടയിൽ നമുക്ക് ഭംഗിയായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം കുറച്ച് വാർണിഷ് ഉണ്ടെങ്കിൽ അതും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഷൈനിങ് ഫീൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് കണ്ട് ആ ചിരട്ടൻ്റെ അറ്റത്ത് കൂടി നമ്മൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ്. നല്ല ഭംഗിയില്ലേ? എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു പെയിൻറ്റിങ്ങിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പെയിൻറ്റിങ്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കാൻ പറ്റും. നല്ല വീഡിയോ കാണാം. സീ യു ടേക്ക്